നമസ്കാരം. മാത്മാറ്റിക്സ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നന്ദ എസ്. മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജിലെ 2ാം വർഷ B.Ed വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഗണിതശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഷയവും അതിനെ അടിസ്ഥാനമാക്കി കുറച്ച് ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാനാണ്. ഡോക്ടർ ആശ OS മാമിൻ്റെ ശിക്ഷണത്തിൽ SNM ട്രെയിനിങ് കോളേജിലെ മാത്തമാറ്റിക്സ് ക്ലബിൻ്റെ കീഴിൽ ഞാനിത് ചെയ്യുന്നത് ഗണിതശാസ്ത്രത്തിലെ ചില അടിസ്ഥാന വിഷയങ്ങൾ ലളിതമായ രീതിയിൽ എല്ലാവരിലും എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഇത് നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വിഷയം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. കോസ്റ്റ് പ്രൈസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ് ഈസ് കോൾഡ് കോസ്റ്റ് പ്രൈസ്. നമ്മളൊരു വസ്തു ഏത് വിലയ്ക്ക് വാങ്ങുന്നുവോ ആ വിലയെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസിനെ CP എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്തത് സെല്ലിംഗ് പ്രൈസ്. The price at which an article is sold is called selling price. നമ്മളൊരു വസ്തു ഏത് വിലയ്ക്ക് വിൽക്കുന്നുവോ ആ വിലയെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. സെല്ലിംഗ് പ്രൈസിനെ SP എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ്. If selling price is greater than cost price, then the seller is said to have a profit or gain. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ വലുതാണ് എങ്കിൽ സെല്ലറിന് ഒരു തുക പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഒരു ബാഗ് 100 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് കരുതുക. എന്നിട്ട് ഞാനത് 110 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റു. അപ്പോൾ ഞാൻ ബാഗ് വാങ്ങിച്ച തുക 100 രൂപയാണ്, അതായത് കോസ്റ്റ് പ്രൈസ് 100. ഞാൻ ബാഗ് വിറ്റ തുക 110 രൂപയാണ്, അതായത് സെല്ലിംഗ് പ്രൈസ് 110. ഇവിടെ 100ഉം 110ലും 110 കൂടുതൽ. സെല്ലിംഗ് പ്രൈസാണ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ. അപ്പോൾ എനിക്കവിടെ ഒരു ലാഭമാണ് ഉണ്ടാവുന്നത്. ഞാൻ വാങ്ങിച്ച തുകയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞാൻ ആ സാധനം വിൽക്കുമ്പോൾ എനിക്കവിടെ ഒരു ലാഭം ഉണ്ടാകുന്നു. അതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു SP മൈനസ് CP. Loss. If selling price is less than cost price, the seller is said to have a loss. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ ചെറുതാണ് എങ്കിൽ വിൽക്കുന്നയാൾക്ക് അവിടെ ഒരു നഷ്ടം ഉണ്ടാകുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. ഞാൻ 100 രൂപയ്ക്കൊരു ബാഗ് മേടിച്ചു. ഞാൻ പക്ഷേ അത് വിൽക്കാൻ നോക്കുന്നത് 80 രൂപയ്ക്കാണ് എനിക്കത് വിൽക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ 100ഉം ഞാൻ സെല്ല് ചെയ്ത പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അവിടെ 80ഉമാണ്. അപ്പോൾ അവിടെ ഒരു തുകയുടെ നഷ്ടമാണ് എനിക്ക് ഉണ്ടാവുന്നത്. ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലോസ് ഇസ് ഈക്വൽ ടു CP മൈനസ് SP. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമുക്കിവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. അടുത്ത പ്രധാനപ്പെട്ടത് ലോസ് പെർസെൻറ്റേജ് ആണ്. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റും ലോസും പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും എന്താണ്, അതിൻ്റെ ഫോർമുലാസ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ SP കണ്ടുപിടിക്കാൻ പറ്റും. CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ, അഥവാ CPയും ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ SP കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ഫോർമുലാസാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ടു ഫൈൻഡ് SP വെൻ CP ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് ആർ ഗിവൺ. അപ്പോൾ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുള്ള സമയത്ത് SP കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അവിടെ SP ഈസ് ഈക്വൽ ടു CP ഇൻറ്റു 1 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ
എസ് പി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. അടുത്തത് സി പിയും ലോസ് പെർസെൻറ്റേജുമാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് എസ് പി കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാം. എസ് പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു 1 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100. ഇനി അടുത്തത് ടു ഫൈൻഡ് സി പി വെൻ എസ് പി ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ് ആർ ഗിവൺ. എസ് പിയും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അവിടെ സി പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. Question 1. A man purchased an old car for rupees 6,200 and spent rupees 1,700 in its repairing. If he sold the car for rupees 8,200, what is his actual profit? Option A 200, B 250, C 300, D 400. അതായത് ഒരാൾ ഒരു പഴയ കാർ 6,200 രൂപയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് അതിൽ 1,700 രൂപയുടെ റിപ്പയറിംഗ് വർക്കുകൾ നടത്തി. അദ്ദേഹം ആ കാറ് 8,200 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. തന്നിട്ടുണ്ട് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഓൾഡ് കാർ ഈസ് ഈക്വൽ ടു rupees 6,200. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഇൻ ഇറ്റ്സ് റിപ്പയറിംഗ് ഈസ് ഈക്വൽ ടു rupees 1,700. ഇത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഈ കാറിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ കാറിൽ അദ്ദേഹം മൊത്തമായി ചെലവഴിച്ച തുകയാണ്. അതെന്ത് വരും? നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കാർ സി പി ഈസ് ഈക്വൽ ടു അദ്ദേഹം വാങ്ങിച്ച തുകയും റിപ്പയർ ചെയ്ത തുകയും കൂടി ആഡ് ചെയ്യുന്നതാണ്. അതായത് സി പി ഈസ് ഈക്വൽ ടു 6,200 പ്ലസ് 1,700 വിച്ച് ഈസ് ഈക്വൽ ടു rupees 7,900. അപ്പോൾ നമുക്ക് സി പി rupees 7,900 കിട്ടി. ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ കാർ എസ് പി ഈസ് ഈക്വൽ ടു rupees 8,200. ഇത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. Therefore, actual profit is equal to SP minus CP, which is equal to 8,200 minus 7,900 and equal to rupees 300. Question 2. Rajesh purchased a bicycle for rupees 250 and sold for rupees 300. What is his profit percentage? Option A 15%, B 20%, C 25%, D 30%. അതായത് രാജേഷ് ഒരു സൈക്കിള് 250 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 300 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ രാജേഷിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. രാജേഷ് ബൈസൈക്കിൾ വാങ്ങിച്ചത് 250 രൂപയ്ക്കാണ്. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ എന്ന് പറയുന്നത് സി പി ഈസ് ഈക്വൽ ടു rupees 250. രാജേഷ് ബൈസിക്കിൾ വിറ്റത് 300 രൂപയ്ക്കാണ്. സോ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ എന്ന് പറയുന്നത് എസ് പി ഈസ് ഈക്വൽ ടു rupees 300. ഇനി ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? എസ് പി മൈനസ് സി പി. സോ ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി ഈക്വൽ ടു 300 മൈനസ് 250 ഈക്വൽ ടു rupees 50. രാജേഷിൻ്റെ പ്രോഫിറ്റ് rupees 50 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുള്ള സി പിയും നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 20% എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ രാജേഷിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. Question 3. Kiran purchased a fan for rupees 650 and sold for rupees 585. What is his loss percentage? Option A 10%, B 12%, C 20%,
ഡി 22%. അതായത് കിരൺ ഒരു ഫാൻ 650 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 585 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ കിരണിൻ്റെ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. കിരൺ ഫാൻ വാങ്ങിച്ചത് 650 രൂപയ്ക്ക്. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഫാൻ എന്ന് പറയുന്നത് CP ₹650. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫാൻ എന്ന് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് SP ₹585. അപ്പം നമുക്ക് ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? ലോസ് CP - SP. അവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 650 മൈനസ് 585. അത് ഈക്വൽ ടു ₹65 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് പെർസെൻറ്റേജ് ആണ്. ലോസ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. ഇവിടെ ലോസിന് പകരം 65ഉം CPക്ക് പകരം 650ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു 65 ബൈ 650 ഇൻറ്റു 100. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10% എന്ന് കിട്ടും. Question 4. Mahavir purchased an umbrella for ₹30. If he sold it at 20% profit, what is the selling price of the umbrella? Option A 32, Option B 36, C 42, D 46. അതായത് മഹാവീർ ഒരു കുട 30 രൂപയ്ക്ക് വാങ്ങിക്കുകയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% വരാൻ പാകത്തിന് വിൽക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എത്ര രൂപയ്ക്കാണ് മഹാവീർ ആ കുട വിറ്റതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. അതുപയോഗിച്ച് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ അംബ്രല്ല CP ₹30. അത് തന്നിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഫോർമുല എന്താണെന്ന് വെച്ചാൽ SP CP ഇൻറ്റു 1 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഈ ഫോർമുലയിലേക്ക് CPക്ക് പകരം 30 എന്നും പ്രോഫിറ്റ് പെർസെൻറ്റേജിന് പകരം 20 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 1 പ്ലസ് 20 ബൈ 100. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിട്ടും 30 ഇൻറ്റു 120 ഓൾ ഡിവൈഡ് ബൈ 100 എന്ന്. അവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു ₹36. ആൻസർ ഈസ് ₹36. Question 5. A shopkeeper purchases a TV for ₹6,000 and sells it at a loss of 15%. What is its selling price? Option A ₹5,100, B ₹5,600, C ₹5,900, D ₹5,910. അതായത് ഒരു ഷോപ്പ് കീപ്പർ 6000 രൂപയ്ക്ക് ഒരു TV വാങ്ങിക്കുകയും 15% ലോസ് പെർസെൻറ്റേജോടുകൂടി അത് വിൽക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസും ലോസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കേണ്ടുന്ന ഫോർമുല നമുക്കറിയാം. അതുപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ TV എന്ന് പറയുന്നത് CP ₹6,000. ലോസ് പെർസെൻറ്റേജ് =15%. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇനി CPയും ലോസ് പെർസെൻറ്റേജും തന്നിരിക്കുമ്പോൾ SP കണ്ടുപിടിക്കേണ്ട ഫോർമുല SP CP ഇൻറ്റു 1 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 എന്നതാണ്. ഈ ഫോർമുലയിലേക്ക് CPക്ക് പകരം 6,000ഉം ലോസ് പെർസെൻറ്റേജിന് പകരം 15ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 1 മൈനസ് 15 ബൈ 100. ബ്രാക്കറ്റിനുള്ളിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 100 മൈനസ് 15 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 85 ബൈ 100 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ₹5,100. Therefore, selling price is equal to ₹5,100. Question 6.
A shopkeeper sells a transistor at rupees 840 at a profit of 20% and another for rupees 960 at the loss of 4%. Find his total profit percent or loss percent. Option A 5 12 by 17%, B 5 13 by 17%, C 5 14 by 17%, D 5 15 by 17%. അതായത് ഒരു ഷോപ്പ് കീപ്പർ ഒരു ട്രാൻസിസ്റ്റർ 20% പ്രോഫിറ്റോടുകൂടി 840 രൂപയ്ക്ക് വിറ്റു. മറ്റൊരു ട്രാൻസിസ്റ്റർ 4% ലോസോടുകൂടി 960 റുപ്പീസിന് വിറ്റു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അഥവാ ലോസ് പെർസെൻറ്റേജ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിനെ SP1 എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു rupees 840 എന്ന് എടുക്കാം. ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്ററിനെ SP2 എന്ന് ഡിനോട്ട് ചെയ്തിട്ട് rupees 960 എന്ന് എടുക്കാം. ലോസ് പെർസെൻറ്റേജ് ഓഫ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ 4% ആണ്. ഇത്രയും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. First we need to find the total CP and total SP of the transistors. Then we can determine whether it is a profit or loss. Let us find the cost price of both transistors. ആദ്യം നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ടോട്ടൽ CPയും ടോട്ടൽ SPയും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചിരിക്കുന്നത് കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. CP1 is equal to SP1 into 100 whole divided by 100 plus profit percentage എന്നതാണ്. ഇവിടെ SP1ന് പകരം 840 എന്നും പ്രോഫിറ്റ് പെർസെൻറ്റേജിന് പകരം 20 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 840 into 100 whole divided by 100 plus 20. It is equal to 840 into 100 by 120. Simplify ചെയ്യുമ്പോൾ we get CP1 is equal to rupees 700 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ലോസ് പെർസെൻറ്റേജ് തന്നിരിക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല CP is equal to SP into 100 divided by 100 minus ലോസ് പെർസെൻറ്റേജ് എന്നതാണ്. ഈ ഫോർമുലയിലേക്ക് SP2 രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയുള്ള 960 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലോസ് പെർസെൻറ്റേജ് ആയ 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 960 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 4 which is equal to 960 into 100 by 96. By simplification we will get cost price of second transistor as rupees 1000. ഇനി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു CP is equal to CP1 plus CP2 which is equal to 700 plus 1000 equal to rupees 1700. ഇനി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് സെല്ലിംഗ് പ്രൈസുകളും നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു SP is equal to SP1 plus SP2 which is equal to 840 plus 960 equal to rupees 1800. 1800 ആണ് 1700-നേക്കാൾ വലുത്. Therefore total selling price is greater than total CP. സെല്ലിംഗ് പ്രൈസ് CPയേക്കാൾ കൂടുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു പ്രോഫിറ്റാണ്. വി ഗെറ്റ് എ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അതിനായി ആദ്യം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP വിച്ച് ഈസ് ഈക്വൽ ടു 1800 minus 1700 equal to rupees 100. Therefore the profit percentage can be calculated as profit percentage is equal to profit divided by CP into 100 which is equal to 100 divided by 1700 into 100 equal to 5 and 15 by 17%. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ആശാ മാമിനും ഇതിൻ്റെ വിജയത്തിനായി സഹായ സഹകരണങ്ങൾ നൽകിയ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.
കൂടാതെ ഇതിൻ്റെ വിജയത്തിനായി പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.